കൂട്ടുകാരെ, ഒരുപാട് സങ്കടങ്ങൾ നിറഞ്ഞ നിമിഷത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. 240ഓളം യാത്രികർ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിട്ട് യാത്ര തിരിച്ചത്. ആ ഫ്ലൈറ്റിന് തൊട്ട് മുൻപായിട്ട് സ്വന്തം മക്കളെ, ഭാര്യയെ, കുടുംബക്കാരെ, മാതാപിതാക്കളെ എല്ലാവരെയും അടുത്ത് കണ്ടിട്ട് സന്തോഷത്തോടു കൂടി യാത്ര പറഞ്ഞവർ. അത്രയ്ക്കധികം വിഷമമുണ്ട്. കാരണം നമ്മളായിരുന്നു ഒരു നിമിഷമായ ആ യാത്ര ചെയ്തിരുന്നത് എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി എന്തായിരിക്കും അവസ്ഥ. നിമിഷ നേരം കൊണ്ട് നമ്മുടെയൊക്കെ അഹങ്കാരം ഇത്രയൊക്കെ ഉള്ളൂ. എത്രത്തോളം വലിയവരാണെന്ന് പറഞ്ഞാൽ പോലും ഇത്രയേ ഉള്ളൂ. ആ യാത്രയ്ക്ക് തൊട്ട് മുൻപ് ഫോൺ ചെയ്തിട്ട് എല്ലാവരോടും വിളിച്ച് ഫ്ലൈറ്റ് എടുക്കാറായിട്ടുണ്ട് എന്ന സന്തോഷത്തോടു കൂടി വീട്ടിലൊക്കെ വിളിച്ച് ഭാര്യയെ, മക്കളെ, കൂട്ടുകാരെ, മറ്റ് ബന്ധുമിത്രാദികളെ ഒക്കെ വിളിച്ച് സന്തോഷത്തോടു കൂടി യാത്ര പുറപ്പെട്ടവരാണ്. 240ഓളം ജീവനുകളാണ്. അത് മാത്രമല്ല നമ്മൾ കാണേണ്ടത്, ആ 240ഓളം വരുന്ന ആളുകളുടെ പിറകിൽ എത്ര ഫാമിലിയുണ്ട്, എത്ര മക്കളുള്ളവരുണ്ട്. അധികം അച്ഛനും അമ്മമാരും വിഷമിക്കുന്നുണ്ടാവും. ഈ സമയത്ത് അവരുടെ ഓരോരുത്തരുടെയും വിഷമവും പ്രയാസവും നമ്മളും മനസ്സിലാക്കണം. നമ്മളൊക്കെ അതിലും പങ്കുചെയ്യണം. എവിടെയോ നടന്നതാണ് അല്ലെങ്കിൽ നമുക്ക് സംഭവിച്ചതല്ല എന്ന് ആരും കരുതരുത്. എല്ലാവരും ഈ ദുഃഖത്തിൽ പങ്കുചേരുക. മാത്രമല്ല, ഇത് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്കും സംഭവിക്കാം എന്ന ഒരു വിശ്വാസം അല്ലെങ്കിൽ എന്നൊരു അവസ്ഥ അല്ലെങ്കിൽ എന്നൊരു ലോജിക്ക് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. നമ്മളാരും ജീവിതത്തിൽ ഒന്നുമല്ല, വലിയവനാണെന്ന ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. ഒരിക്കലും നമ്മളാരും വലിയവരല്ല. എപ്പോഴും അഹങ്കാരമില്ലാതെ വിനയമുള്ളവരായി ജീവിക്കുക. മരണപ്പെട്ടു പോയ 240ഓളം വരുന്ന കുടുംബങ്ങൾക്ക് ഒരുപാട് കണ്ണീരിൽ കുതിർന്ന പ്രയാസങ്ങളുള്ള, പറയാൻ അങ്ങോട്ട് വാക്കുകൾ പോലും കിട്ടുന്നില്ല. അത്രയ്ക്കധികം ദുഃഖങ്ങളും പ്രയാസങ്ങളും അതിൽ ഞാനും പങ്കുചേരുന്നു. എൻ്റെ കൂട്ടുകാരും എല്ലാവരും ഈ ഒരു സംഭവത്തിൽ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ അവരുടെ കുടുംബത്തോടൊപ്പം, അവിടെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവരോടൊപ്പം ഒത്തുചേർന്ന് ആ കുടുംബത്തിനൊക്കെ ഒരു ഒരു നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ഒരു താങ്ങ് ചെയ്തു കൊടുക്കുക. കൂടുതലായിട്ട് എന്താ പറയാനുള്ളത്, ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി പോയ ആ ജീവിതങ്ങൾക്ക് ആദരാഞ്ജലികൾ നേടി.